ചിക്കൻ ഉണ്ടല്ലോ എപ്പോഴും ഉണ്ടാക്കുന്നതിന് മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. സംഭവം നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ വാ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് മല്ലി, അതുപോലെ തന്നെ ഒരു കഷ്ണം പട്ട, ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക്, ഒരു 2-3 ഗ്രാമ്പു, ഒരു ഏലക്ക, പിന്നെ ഒരു അര ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു അര ടീസ്പൂൺ നല്ല ചെറിയ ജീരകം, പിന്നെ ഉണക്കമുളക്, ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്ത് മാറ്റി വെക്കാം കേട്ടോ. ഒരുപാട് നേരം വറുക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്നങ്ങ് വറുത്താൽ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചിക്കനിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മസാല പരത്തിയിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി അത് അവിടെ ഇരിക്കട്ടെ. അപ്പോഴത്തേക്കും നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മസാല ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആദ്യം ഇതൊന്നങ്ങ് ക്രഷ് ചെയ്തെടുക്കാം. എന്നിട്ടുണ്ടല്ലോ അതിലേക്ക് ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ട് ഒന്നങ്ങ് പൊടിച്ചെടുക്കാം. ഇനി ഒരു പാനിലേക്ക് ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ പച്ചമുളകും കറിവേപ്പിലയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. അതൊന്നങ്ങ് വാടി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു വലിയ സവാളയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതുകൂടി ചേർത്ത് നന്നായിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് നമുക്കൊരു 2 മീഡിയം സൈസ് തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി ഒന്നങ്ങ് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ തക്കാളിയൊക്കെ ഒന്നങ്ങ് വെന്തുടഞ്ഞ് വരുന്ന ഒരു ഭാഗമാകുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ മസാല പരത്തി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ചിക്കൻ, അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും എല്ലാം കൂടി ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അടച്ചു വെച്ചതിന് ശേഷം ചിക്കൻ ഏകദേശം ഒരു പകുതി വേവാകുമ്പോൾ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള നമ്മളുടെ ഒരു മസാലപ്പൊടിയില്ലേ അതങ്ങ് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ടുണ്ടല്ലോ എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ശേഷം നമുക്കതിലേക്ക് ഒരു 1/2 കപ്പോളം വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും നമുക്കൊന്നങ്ങ് കുക്ക് ചെയ്തെടുക്കാം. ബാക്കിയും കൂടി ഒന്നങ്ങ് വേവിച്ചെടുത്തതാ ഇതുപോലെ നന്നായിട്ടൊക്കെ വെള്ളം വറ്റി വരുമ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. ചപ്പാത്തിയുടെയും ചോറിൻ്റെയും അതുപോലെ തന്നെ വെള്ളപ്പം, പൊറോട്ട എല്ലാത്തിൻ്റെ കൂടെ സൂപ്പറാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സപ്പോർട്ട് ചെയ്യാനും തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറന്നു പോകരുത്. പുതിയൊരു വീഡിയോയുമായി നമുക്ക് പെട്ടെന്ന് കാണാം. ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.